ജീവിച്ചാൽ ക്രിസ്തുവിനായി, പ്രവർത്തിച്ചാൽ ക്രിസ്തുവിനായി, മരിച്ചാൽ ക്രിസ്തുവിനായി. മരണത്തെ ജയിച്ചുയർത്തെഴുന്നേറ്റ് സ്വർഗാദി സ്വർഗത്തിൽ ഇന്നും ജീവിക്കുന്ന ദൈവപുത്രനായ യേശുക്രിസ്തുവിന്റെ നിസ്തുലമായ നാമത്തിൽ ഞങ്ങളെ കേൾക്കുന്ന എല്ലാവർക്കും സ്നേഹ വന്ദനങ്ങൾ. വാരിയംകുന്നിനെ കുറിച്ചുള്ള ഒരു ഷോർട്ട് വീഡിയോയുടെ താഴെ മുഹമ്മദ് കുട്ടി എന്നൊരു മുസ്ലിം സുഹൃത്തിട്ട കമന്റാണ് നിങ്ങൾ ഈ കാണുന്നത്. അദ്ദേഹം 2 ചോദ്യങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്. റിയലായി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത ഒറ്റ ക്രിസ്ത്യാനിയുടെ പേര് പറയാമോ അനിലെ? ഇത് ഒരു ചോദ്യം. അതോടൊപ്പം വേറൊരു ചോദ്യവും കൂടി ചോദിച്ചിട്ടുണ്ട്. 1921 തൃശ്ശൂരിലെ ക്രിസ്ത്യൻ ലഹള നടന്നത് അറിയുമോ അനിലെ എന്ന്. ഈ രണ്ടാമത്തെ ചോദ്യത്തിന് ആദ്യം തന്നെ അഡ്രസ് ചെയ്യാം. അതിനു മുമ്പ് ഒരു കാര്യം ചോദിക്കട്ടെ. മുഹമ്മദ് കുട്ടി, ആരായിരുന്നു താങ്കൾ ഈ പറഞ്ഞ തൃശ്ശൂരിലെ ക്രിസ്ത്യൻ ലഹളയുടെ തലവന്മാർ? ലഹള ഉണ്ടാകുമ്പോൾ ലഹളയ്ക്ക് തലവന്മാരുണ്ടാവുമല്ലോ. ഇപ്പൊ നമ്മള് ഈ മലബാറിൽ നടന്ന ഓരോ ലഹളകൾ അല്ലെങ്കിൽ ജിഹാദുകൾ 1836 മുതൽ ഇങ്ങോട്ടുള്ള ഓരോ ലഹളകൾ നോക്കിയാലും അതിനൊക്കെ തലവന്മാരുണ്ടായിരുന്നു. ഒരു തലവൻ അല്ലെങ്കിൽ ഒന്നിലധികം തലവന്മാർ, അങ്ങനെയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പൊ ആരായിരുന്നു തൃശ്ശൂരിലെ ക്രിസ്ത്യൻ ലഹളയുടെ തലവന്മാര്? ഇനി തലവന്മാരായി ഒന്നിലധികം പേരില്ലെങ്കിൽ, ബഹുവചനം നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ലെങ്കിൽ ഏകവചനം, ഏറ്റവും കുറഞ്ഞത് ഒരാളെങ്കിലും നേതാവായി ഉണ്ടായിരിക്കുമല്ലോ. ആരായിരുന്നു ആ ലഹള തലവൻ? ക്രിസ്ത്യാനികൾ നടത്തിയെന്ന് നിങ്ങൾ പറയുന്ന ആ ലഹളയിൽ ഇരുപക്ഷത്തുമായി എത്ര പേരാണ് കൊല്ലപ്പെട്ടത്? ലഹളയിൽ സ്വാഭാവികമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമണമൊക്കെ ഉണ്ടാവും, കൊലപാതകമൊക്കെ നടക്കും. അപ്പൊ എത്ര പേരാണ് ആ ലഹളയിൽ കൊല്ലപ്പെട്ടത്? എത്ര സ്ത്രീകളും കുട്ടികളുമാണ് ബലാത്സംഗത്തിനിരയായത്? എത്ര പേരാണ് നിർബന്ധ മതം മാറ്റത്തിന് വിധേയമായത്? എത്ര പേരുടെ വീടുകളും സ്വത്തുക്കളുമാണ് ലഹളക്കാർ കൊള്ളയടിച്ചിട്ടുള്ളത്? ക്രിസ്ത്യാനികൾ നടത്തിയ ഈ ലഹള കാരണം എത്ര പേർ സ്വന്തം നാടും വീടും വിട്ട് പലായനം ചെയ്തിട്ടുണ്ട്? ഇതിനുള്ള ഉത്തരം കൂടി കിട്ടിയാൽ നന്നായിരുന്നു. മുഹമ്മദ് കുട്ടിയോട് മാത്രമല്ല, മുഹമ്മദ് കുട്ടിയെ പോലെ ഇങ്ങനെയുള്ള കേസ് 1921 ഈ മലബാർ ജിഹാദിനെ കുറിച്ചൊക്കെ ഞങ്ങൾ സംസാരിക്കുമ്പോൾ അപ്പൊ തന്നെ ഇതെടുത്തുകൊണ്ട് വരാറുണ്ടല്ലോ, ഈ ക്രിസ്ത്യൻ ലഹള എന്നും പറഞ്ഞുകൊണ്ട്. അപ്പൊ അത് കൊണ്ടുവരുന്ന എല്ലാവരോടുമുള്ള ചോദ്യമാണ്. ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കൂടി നിങ്ങളിൽ നിന്ന് കിട്ടിയാൽ നന്നായിരുന്നു. 1836 മുതൽ 1922 വരെയുള്ള കാലത്ത് തെക്കേ മലബാറിലെ മുസ്ലിങ്ങൾ നടത്തിയിട്ടുള്ള ലഹളകളോട് ബന്ധപ്പെട്ട് ഈ ചോദ്യങ്ങൾ ഞങ്ങളോട് ചോദിച്ചാൽ ഞങ്ങൾ കൃത്യമായി അതിന് മറുപടി തരും. ആരാണ് ആ ലഹളകളുടെ തലവന്മാർ? ഓരോ ലഹളയുടെയും തലവന്മാർ ആര്? എത്ര പേര് കൊല്ലപ്പെട്ടു? എത്ര പേർ ബലാത്സംഗത്തിന് വിധേയമായി? എത്ര പേര് നാട് വിട്ട് ഓടിപ്പോകേണ്ടി വന്നു? എത്ര പേരുടെ വീട് കൊള്ളയടിച്ചു? ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം ഞങ്ങൾ കണക്ക് വെറുതെ ഒന്നും പറയുന്നതല്ല, ചരിത്ര രേഖകളുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് തരാം. പക്ഷേ 1921 ക്രിസ്ത്യാനികൾ ലഹള നടത്തിയെന്ന് പറയുന്ന ആൾക്കാരോട് വർഷങ്ങളായി ഈ ചോദ്യങ്ങൾ ഞങ്ങൾ ചോദിക്കുന്നു. ഇതുവരെ ഞങ്ങൾക്ക് ഉത്തരം കിട്ടിയിട്ടില്ല. കുറെ കാലമായി തൃശ്ശൂരിലെ ഈ ക്രിസ്ത്യൻ ലഹളയെ കുറിച്ച് കേൾക്കുന്നു. ഇതുവരെയുള്ള എന്റെ അന്വേഷണത്തിൽ ആകെ ഒരാൾ മാത്രമേ ഈ ലഹളയെ കുറിച്ച്, അല്ലെങ്കിൽ ഇതൊരു ലഹളയാണ്, വലിയൊരു സംഭവമായിരുന്നു, കേരളത്തെ പിടിച്ചുകുലുക്കിയ ഒരു ലഹള എന്നുള്ള നിലയിലൊക്കെ ആകെ ഒരേ ഒരാൾ മാത്രമേ ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ. അത് മോഴികുന്നത്ത് ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാടാണ്. ലഹള നടന്നതായി പറയപ്പെടുന്ന കാലം കഴിഞ്ഞ് 44 കൊല്ലത്തിന് ശേഷമാണ് അദ്ദേഹം ഈ ലഹളയെ കുറിച്ച് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. മോഴികുന്നത്ത് ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാട് ഒരു പ്രാദേശിക കോൺഗ്രസ് നേതാവായിരുന്നു. ഗാന്ധിയുടെ നിർബന്ധപ്രകാരം ഖിലാഫത്ത് പ്രസ്ഥാനവുമായി കോൺഗ്രസ് സഹകരിച്ച് പ്രവർത്തിക്കുകയുണ്ടായി. ഈ ഖിലാഫത്ത് പ്രസ്ഥാനത്തിനകത്തുണ്ടായിരുന്നവരെല്ലാം ജിഹാദ് നടത്താൻ വേണ്ടി, ഇവിടെയുള്ള ഹിന്ദുക്കളോടും ക്രിസ്ത്യാനികളോടും ജിഹാദ് നടത്താൻ വേണ്ടി തക്കം നോക്കി നടക്കുന്ന ആളുകളായിരുന്നു. അതുകൊണ്ട് തന്നെ ഖിലാഫത്തിൽ ചേർന്ന മുസ്ലിങ്ങൾ ചെയ്തു കൂട്ടിയ ക്രൂരതകൾക്ക് പലപ്പോഴും കോൺഗ്രസ് നേതാക്കളും കൂടി ജയിലിൽ പോകേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെ ജയിലിൽ പോയ ആളായിരുന്നു മോഴികുന്നത്ത് ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാട്. മലബാർ ജിഹാദിന്റെ പല നേതാക്കന്മാരെയും പ്രവർത്തകരെയും ബ്രിട്ടീഷുകാർ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചിരുന്നത് കൊണ്ട് അവരുമായൊക്കെ ജയിലിൽ വെച്ച് അടുത്തിടപെടാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നു. അവരിൽ നിന്നും മലബാർ ലഹളയെക്കുറിച്ചുള്ള പല വിവരങ്ങളും അറിയാനും അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. 1921 മലബാർ ജിഹാദിനെ കുറിച്ചുള്ള ഓർമ്മകൾ അദ്ദേഹം 44 കൊല്ലം കഴിഞ്ഞ് 1965 പുസ്തക രൂപത്തിൽ പ്രസിദ്ധീകരിക്കുകയുണ്ടായി. അതാണ് ഖിലാഫത്ത് സ്മരണകൾ എന്ന കൃതി. ഇതാണ് ഖിലാഫത്ത് സ്മരണകൾ. ഞാൻ കാണിക്കാം. ഈ പുസ്തകം ഖിലാഫത്ത് സ്മരണകൾ. ഇദ്ദേഹമാണ് മോഴികുന്നത്ത് ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാട്. ഇതാണ് ആ പുസ്തകം. ഞങ്ങളുടെ കൈവശമുണ്ട്. അപ്പൊ ഈ പുസ്തകത്തിലാണ് തൃശ്ശൂരിലെ ലഹളയെക്കുറിച്ച് എഴുതിയിട്ടുള്ളത്.
പിന്നീട് ഈ പുസ്തകത്തെ അവലംബമാക്കി ധാരാളം പേർ തൃശ്ശൂരിലെ ക്രിസ്ത്യാനികൾ നടത്തിയെന്ന് പറയപ്പെടുന്ന ലഹളയെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. പക്ഷെ റെഫറൻസ് മോഴികുന്നത്തിന്റെ പുസ്തകം തന്നെയാണ് എല്ലാവരും വെച്ച് കണ്ടിട്ടുള്ളത്. എന്ന് വെച്ചാൽ മോഴികുന്നം മാത്രമേ ഇത് കേരളത്തെ പിടിച്ചുകുലുക്കിയ ഒരു ലഹള, ക്രിസ്ത്യാനികൾ നടത്തിയ ലഹള എന്നുള്ള നിലയിൽ എഴുതിയിട്ടുള്ളൂ. അതും സംഭവം നടന്ന കാലത്തൊന്നും അല്ല, അതൊക്കെ കഴിഞ്ഞ് 44 കൊല്ലം കഴിഞ്ഞിട്ടാണ് അദ്ദേഹം അത് എഴുതുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ എത്ര പേര്, ഇപ്പൊ ഞാനൊരു സംഭവം കണ്ടു, ആ കണ്ടതിനെ കുറിച്ച് ഞാൻ 10 പേരോട് പറഞ്ഞു. ആ 10 പേര് അതിനെക്കുറിച്ച് എത്ര പുസ്തകങ്ങൾ എഴുതിയാലും എത്ര പേരോട് പറഞ്ഞാലും ആ നടന്നതായി പറയപ്പെടുന്ന സംഭവത്തിന് ആകെ യഥാർത്ഥത്തിൽ ഒരു റിപ്പോർട്ടറേ ഉള്ളൂ, അല്ലെങ്കിൽ ഒരു സാക്ഷിയേ ഉള്ളൂ, അത് ഞാനാണ്. മറ്റുള്ളവരെല്ലാം എന്നിൽ നിന്ന് കേട്ടിട്ടാണ് എഴുതിയിരിക്കുന്നത്. അതേപോലെ തന്നെ മോഴികുന്ന ഇങ്ങനെ എഴുതി വെച്ചു, അതിന്റെ പേരിൽ എത്ര പേരത് എഴുതി എന്ന് പറഞ്ഞാലും നമ്മൾ അന്വേഷിച്ച് ചെല്ലുമ്പോൾ അതിന്റെ സോഴ്സ് എന്ന് പറയുന്ന ഒറ്റൊരു വ്യക്തി മാത്രമാണ്. ഈ കലാപം നടന്നതായി പറയപ്പെടുന്ന, കലാപം നടന്നിട്ടില്ല, ചെറിയൊരു സംഘർഷം ഉണ്ടായെന്ന് മാത്രമേ ഉള്ളൂ. ആ സംഘർഷം ഉണ്ടായ സമയത്ത് അതിനെക്കുറിച്ച് തൃശ്ശൂരിൽ നിന്ന് പ്രസിദ്ധീകരിക്കുന്ന യോഗക്ഷേമം എന്ന് പറയുന്ന, അത് ബ്രാഹ്മൺസിന്റെ ഇടയിലുള്ള അവരുടെ പത്രമാണ്, ആ ജാതിയുടെ മുഖപത്രം എന്ന് പറയാവുന്ന ഒന്നാണ്. ഇപ്പോൾ അക്കാലത്ത് ഓരോരോ ജാതിക്കാർക്കോ അവരവരുടെ ജാതിക്കാരുടെ ഈ വാർത്തകൾ അറിയാൻ, സംഭവങ്ങൾ അവരുടെ ആളുകളുടെ ഇടയിലേക്ക് എത്തിക്കാനൊക്കെ ആയിട്ട് പത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതുപോലെയുള്ള ഒന്നാണ് യോഗക്ഷേമം എന്ന് പറയുന്നത്. അപ്പൊ യോഗക്ഷേമത്തില് ഇതിനെക്കുറിച്ച്, ഈ സംഘർഷത്തെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അതല്ലാതെ ലഹളയായിട്ടൊന്നും അവർ പറഞ്ഞിട്ടൊന്നുമില്ല. മോഴികുന്നമാണ് അതിനെ വലിയൊരു ലഹള എന്നുള്ളതിലല്ല അവതരിപ്പിച്ചത്. തൃശ്ശൂർ ലഹള എന്നാണ് അദ്ദേഹത്തിന് ആ പുസ്തകത്തിലെ 2ാമത്തെ അധ്യായമായിട്ട് അത് വെച്ചിട്ടുണ്ട്, തൃശ്ശൂർ ലഹള എന്ന് പറഞ്ഞുകൊണ്ട്. 1921 തൃശ്ശൂരിൽ നടന്നതായി മോഴികുന്നത്ത് പറയുന്ന ലഹളയിൽ ഒരാൾ പോലും കൊല്ലപ്പെട്ടിട്ടില്ല, ഒരാൾ പോലും നിർബന്ധ മതം മാറ്റത്തിന് വിധേയമായിട്ടില്ല, ഒരാൾ പോലും ബലാത്സംഗത്തിനിരയായിട്ടില്ല, ഒരാൾ പോലും സ്വന്തം നാടോ വീടോ വിട്ട് ജീവരക്ഷയ്ക്കായി പലായനം ചെയ്യേണ്ടി വന്നിട്ടുമില്ല. ഞാൻ തൃശ്ശൂർക്കാരനാണ്. കാരണന്മാര് അവരുടെ ഓർമ്മയിലുള്ളതോ അല്ലെങ്കിൽ അവരുടെ മാതാപിതാക്കളിൽ നിന്നോ മറ്റൊക്കെ പറഞ്ഞു കേട്ടതോ ആയ പല കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ താല്പര്യത്തോടെ അത് കേട്ടിരിക്കുന്നത് എൻ്റെ കുട്ടിക്കാലം മുതലേ ഉള്ള ശീലമാണ്. ഒരിക്കൽ പോലും ക്രിസ്ത്യാനികൾ തൃശ്ശൂരിൽ നടത്തിയിട്ടുള്ള ലഹളയെക്കുറിച്ചുള്ള യാതൊരു വർത്തമാനവും ഈ പ്രായമായ ആളുകളിൽ നിന്ന്, കാരണന്മാരിൽ നിന്ന് ഞാൻ കേട്ടിട്ടില്ല. എന്നാൽ നിങ്ങൾ തെക്കൻ മലബാറിലെ പ്രായമായ ആളുകളോട് അന്വേഷിച്ചു നോക്ക്. മുസ്ലിങ്ങൾ അവിടെ ഉണ്ടാക്കിയ ലഹളയുടെ കാര്യവും അവരുടെ പൂർവികർ അന്ന് അനുഭവിച്ച കഷ്ടപ്പാടിന്റെ ചരിത്രവും അവർ നിങ്ങൾക്ക് പറഞ്ഞു തരും. അവിടെയുള്ള പ്രായമായവരോടൊക്കെ ചോദിച്ചാൽ അവർ പറഞ്ഞു തരും. അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു വിവരം ഈ ലഹളയെക്കുറിച്ച് ഞാനോ എൻ്റെ പരിചയത്തിലുള്ള തൃശ്ശൂർക്കാരോ ഞങ്ങളുടെ നാട്ടിലെ പ്രായമായവരിൽ നിന്ന് കേട്ടിട്ടില്ല. കാരണം ഞാനിത് ആദ്യം ഇത് വായിച്ച സമയത്ത് ഞാൻ പല ആളുകളോടും ഫോണിലൊക്കെ വിളിച്ച് ചോദിച്ചിരുന്നു, തൃശ്ശൂർക്കാർ തന്നെ, നമ്മുടെ സ്നേഹിതന്മാരായിരിക്കുന്നവരോട്, എടാ ഇങ്ങനെ ഒരു സംഭവം കേട്ടിട്ടുണ്ടോ? കാരണന്മാരെ എപ്പോഴെങ്കിലും ഒക്കെ സംസാരത്തിനിടയിൽ ഒരു ലഹളയെക്കുറിച്ച് ഇങ്ങനെ ഒരൊറ്റാള് കേട്ടിട്ടില്ല. മനസ്സിലായോ? പ്രായമായ ആൾക്കാർ, കാരണം ഇതൊരു സാധാരണ ഒരു പ്രാദേശിക സംഘർഷം മാത്രമായിരുന്നു, എല്ലായിടത്തും ഉണ്ടാകുന്നത് പോലെയുള്ള ഒരു ചെറിയ സംഘർഷം, അത്രയേ ഉള്ളൂ. അതിനെയാണ് ഇദ്ദേഹം ലഹളയായിട്ട് അവതരിപ്പിച്ചിരിക്കുന്നത്. മോഴികുന്നത്ത് ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാട് ഇല്ലാത്ത കാര്യം ഉണ്ടാക്കി പറഞ്ഞതാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അവിടെ ഇല്ലാത്തൊരു കാര്യം പുള്ളി അങ്ങോട്ട് നുണയായിട്ട് പറഞ്ഞു, അങ്ങനെയൊന്നുമല്ല. തൃശ്ശൂരിലെ കത്തോലിക്കർ ഒരു വശത്ത്, ഹിന്ദുക്കൾ മറുവശത്തുമായിട്ട് എന്തോ കശപിശയൊക്കെ നടന്നിട്ടുണ്ട്, അത് ശരിയായിരിക്കാം. കത്തോലിക്കരിൽ നിന്നും ആക്രമണം ഉണ്ടാകുമോ എന്ന് ഭയന്ന ഹിന്ദുമത നേതാക്കന്മാർ മലബാറിൽ നിന്നും മുസ്ലിങ്ങളെ കൂലിക്ക് വരുത്തിയിട്ടും ഉണ്ടാകാം. അദ്ദേഹം അതാണ് പറയുന്നത്. മലബാറിൽ നിന്നും മുസ്ലിങ്ങളെയൊക്കെ വരുത്തി, ഹിന്ദു നേതാക്കന്മാർ വരുത്തി, അവർക്ക് വേണ്ടിയിട്ട് ഭക്ഷണത്തിന് തന്നെ 50-60 പറ അരി ചെലവായി, ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്ത് ആക്രമണം ഉണ്ടാവുകയാണെങ്കിൽ തിരിച്ചടിക്കാൻ വേണ്ടി, കത്തോലിക്കാരെ തിരിച്ചടിക്കാൻ വേണ്ടിയിട്ടാണ് മുസ്ലിങ്ങളെ വരുത്തിയത്. പക്ഷേ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് ആ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്. അന്ന് രാത്രി ഇരു വിഭാഗത്തിലെ നേതാക്കന്മാരും പ്രസിഡന്റും ദിവാനും ഒക്കെ കൂടി നടത്തിയ ഒരു ചർച്ച. അതായത് ഇങ്ങനെ ആൾക്കാർ വരാൻ തുടങ്ങി, മുസ്ലിങ്ങൾ മലബാർ മേഖലയിൽ നിന്ന് തൃശ്ശൂരേക്ക് ഇങ്ങനെ ട്രെയിനിൽ വന്നുകൊണ്ടേയിരിക്കുകയാണ്, വലിയ ജനക്കൂട്ടമായി, ആയിരക്കണക്കിന് വരുന്ന ആളുകൾ വന്നിരിക്കുന്നതൊക്കെ അറിഞ്ഞപ്പോൾ പ്രസിഡന്റും ദിവാനും ഒക്കെ കൂടി ഇടപെട്ട് ചർച്ച നടത്തി 2 കൂട്ടരും പിന്മാറുകയാണ്. ഈ പ്രശ്നങ്ങളിൽ നിന്നെല്ലാം, ഈ സംഘർഷത്തിൽ നിന്ന് 2 കൂട്ടരും പിന്മാറാൻ തീരുമാനിക്കുകയും മലബാറിൽ നിന്ന് വിളിച്ചു വരുത്തിയ മുസ്ലിങ്ങളെ നല്ല വാക്കൊക്കെ പറഞ്ഞ് തിരിച്ചു അയക്കുകയും ചെയ്തു. ഇതൊക്കെയാണ് സംഭവിച്ചത്. അദ്ദേഹം പറയുന്നുണ്ട് അങ്ങനെയാണെന്നുള്ളത്. പക്ഷെ ഒരു ലഹള അങ്ങനെയൊന്നും നടന്നില്ല, ഒരു ചെറിയ സംഘർഷം ഉണ്ടായിട്ടേ ഉള്ളൂ. അപ്പൊ ഈ മോഴികുന്നത്തിന് ഈ ലഹളയെക്കുറിച്ചുള്ള അറിവ് കിട്ടിയിരിക്കുന്നത് ഖിലാഫത്ത് സ്മരണകൾ പേജ് 26 പറയുന്നുണ്ട്. തൃശ്ശൂർ ലഹള എന്ന അധ്യായം അവസാനിക്കുന്നത് ആ പാരഗ്രാഫിലാണ്. ആ പാരഗ്രാഫിൽ അതുള്ളത്. പട്ടാമ്പിയിൽ നിന്നും ഈ ലഹളയ്ക്ക് പോയവർ ഇന്നും പട്ടാമ്പിയിലുണ്ട്, അവർ പറഞ്ഞ വർത്തമാനമാണിത് എന്നാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. അതായത് 1921 തെക്കൻ മലബാറിൽ മാപ്പിളമാർ നടത്തിയ മലബാർ ജിഹാദിന്റെ കാര്യത്തിലേതുപോലെ മോഴികുന്നത്തിന് നേരിട്ട് അറിയാവുന്ന അല്ലെങ്കിൽ അദ്ദേഹം ദൃക്സാക്ഷിയായിട്ടുള്ള ഒരു കാര്യമല്ല ഇത്.
തൃശ്ശൂരിലെ ഹിന്ദുക്കൾക്ക് വേണ്ടി ക്രിസ്ത്യാനികളോട് ജിഹാദ് നടത്താൻ പട്ടാമ്പിയിൽ നിന്നും പോയ മുസ്ലിങ്ങൾ പറഞ്ഞ കാര്യമാണ് ഒരു വലിയ ലഹള എന്ന വിധത്തിൽ അദ്ദേഹം രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളത്. ഇപ്പൊ പോയ ആളുകൾ സ്വാഭാവികമായിട്ടും പെരുപ്പിച്ചു പറയും, വലിയൊരു സംഭവമാണ്, ഞങ്ങളൊക്കെ ചെന്നതോടുകൂടി അവർ പേടിച്ചു അടങ്ങി, ഞങ്ങൾ മടങ്ങി പോന്നു, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരിക്കും, സ്വാഭാവികമാണ്. അപ്പൊ അദ്ദേഹം ആ രീതിയിലാണ് അദ്ദേഹം അതിനെ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്. എന്തുകൊണ്ടായിരിക്കും അദ്ദേഹം അങ്ങനെ ചെയ്തതെന്ന് ഞാൻ ആ ഭാഗം വായിച്ച സമയത്ത് തന്നെ കുറെ ആലോചിച്ചതാണ്. ഒരു ചെറിയ പ്രാദേശിക സംഘർഷത്തെ ഒരു വലിയ ലഹളയാക്കിയിട്ടൊക്കെ അദ്ദേഹം ഇങ്ങനെ അവതരിപ്പിച്ചത് എന്തുകൊണ്ടായിരിക്കുമെന്ന്. ആ പുസ്തകം മുന്നോട്ട്, ഈ പുസ്തകം ഖിലാഫത്ത് സ്മരണകൾ എന്ന് പറയുന്ന ഈ പുസ്തകം തുടർന്ന് വായിച്ചു പോയി കഴിഞ്ഞപ്പോഴാണ്, മുന്നോട്ട് പോയപ്പോഴാണ് എനിക്ക് കാര്യം മനസ്സിലായത്. അദ്ദേഹം ഒരു ബാലൻസിങ്ങിന് ശ്രമിച്ചതാണ്. കാരണം ഈ ജിഹാദിന്റെ, മലബാർ ജിഹാദിലെ മുസ്ലിങ്ങൾ ചെയ്തതായിട്ടുള്ള ക്രൂരതകൾ അത് പലതും അദ്ദേഹം തുറന്നെഴുതുന്നുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ എഴുതി കഴിയുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ കുറിച്ച് അദ്ദേഹത്തിന് അറിയാം എന്തൊക്കെയായിരിക്കും എന്നുള്ളത്. ഞാനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ 1921 മലബാർ ജിഹാദ് നടന്ന കഴിഞ്ഞ ഉടനെ തന്നെ ഈ ചരിത്രമൊന്നും രേഖപ്പെടുത്തപ്പെടാതിരിക്കാൻ മുസ്ലിങ്ങൾ കുറെ ശ്രമിച്ചതാണ്. മലബാർ ജിഹാദികള് ഹിന്ദുക്കളെ ബലം പ്രയോഗിച്ച് മതം മാറ്റിയിട്ടുണ്ട് എന്നുള്ള സത്യം തുറന്നു പറഞ്ഞതിന് അന്നത്തെ പ്രദേശ് കോൺഗ്രസ് പ്രസിഡന്റായിരുന്ന KP കേശവമേനോന്റെ വീടിന് നേരെ കല്ലേറുണ്ടായിട്ടുണ്ട്. നിർബന്ധ മതം മാറ്റം നടന്നു എന്ന് ഇനി പറഞ്ഞാൽ കൊന്നുകളയുമെന്നുള്ള ഭീഷണിപ്പെടുത്തൽ വരെ അദ്ദേഹം അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. KP കേശവമേനോന്റെ ആത്മകഥയുണ്ട്, ഇതാണ് പുസ്തകം, അതും ഞങ്ങളുടെ കൈവശമുണ്ട്, കഴിഞ്ഞ കാലം. ആ പുസ്തകത്തിനകത്ത് ആത്മകഥയിൽ അദ്ദേഹം ആ ഭാഗം വിവരിക്കുന്നുണ്ട്. ഞാൻ അത് വായിക്കാം. ലഹള സ്ഥലങ്ങളിൽ നടന്നതും നടക്കാത്തതുമായ കാര്യങ്ങൾ നിറവും തരവും മാറ്റി മറ്റുള്ളവരോട് പറയുന്നത് പലരുടെയും പതിവായി. ഇടുങ്ങിയ സാമുദായിക മനസ്ഥിതി സംഭവങ്ങളെ അവയുടെ തനി നിറത്തിൽ കാണുന്നതിന് തടസ്സമായി നിന്നു. പരമാർത്ഥം അഭിമുഖീകരിക്കുവാനുള്ള സന്നദ്ധത പലർക്കും ഉണ്ടായിരുന്നില്ല. ലഹളക്കാരിൽ ചിലർ അന്യമതസ്ഥരെ നിർബന്ധിച്ച് മതം മാറ്റിയതിനെക്കുറിച്ച് തീവ്രമായ വാദപ്രതിവാദങ്ങൾ പത്രങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടു. ചിലർ അതിനെ തീരെ നിഷേധിച്ചു, ചിലർ അതിശയോക്തിയോടെ ചിത്രീകരിച്ചു. ഈ വാദപ്രതിവാദത്തിലൊന്നും കോൺഗ്രസുകാർ സംബന്ധിച്ചില്ല. സൂക്ഷ്മമായ വിവരങ്ങൾ ശേഖരിച്ച് അവയെ രേഖപ്പെടുത്തി വെക്കുക മാത്രമാണ് അവർ ചെയ്തിരുന്നത്. നിർബന്ധിച്ചു മതം മാറ്റൽ ലഹള സ്ഥലങ്ങളിൽ നടന്നിരുന്നുവെങ്കിൽ അതിനെപ്പറ്റി കോൺഗ്രസ് സെക്രട്ടറി പറയുമായിരുന്നു. ആ തരത്തിലുള്ള പ്രസ്താവന പ്രസിദ്ധപ്പെടുത്തി കാണാത്തതുകൊണ്ട് മതം മാറ്റൽ കഥ വെറും കെട്ടുകഥയാണ് എന്ന് ഒരു ലേഖകൻ മദിരാശിയിലെ ഹിന്ദു പത്രത്തിൽ എഴുതി. അതിന് ഒരു മറുപടി പലരും കോൺഗ്രസ് സെക്രട്ടറിയിൽ നിന്ന് പ്രതീക്ഷിച്ചു. അന്ന് കേരള സംസ്ഥാന കോൺഗ്രസ് കമ്മിറ്റി സെക്രട്ടറി ആയിരുന്ന എനിക്ക് ആ സന്ദർഭത്തിൽ മൗനം ദീക്ഷിക്കുക സാധ്യമല്ലാതായി. എന്റെ അറിവിൽപ്പെട്ട ചില സംഗതികൾ അപ്പോൾ വെളിപ്പെടുത്തേണ്ടി വന്നു. നിർബന്ധത്തിന്മേൽ മതം മാറേണ്ടി വന്ന ചിലർ കോൺഗ്രസ് ആഫീസിൽ വന്ന് പറഞ്ഞ വിവരം രേഖപ്പെടുത്തി വെച്ചിരുന്നു. ആ ലേഖകന്റെ ലേഖനത്തിന് മറുപടിയായി എന്റെ അറിവിൽപ്പെട്ട പരമാർത്ഥം ഞാൻ വെളിപ്പെടുത്തി. അത് ചിലരെ കുപിതരാക്കുമെന്ന് എനിക്കറിയാമായിരുന്നു. ഹിന്ദു പത്രത്തിൽ എന്റെ ലേഖനം പ്രസിദ്ധപ്പെടുത്തിയതിന്റെ പിറ്റേ ദിവസമുണ്ടായ സംഭവം പ്രസ്താവ്യമാണ്. രാത്രി 9 മണിക്ക് ഭക്ഷണം കഴിഞ്ഞ് ഞാനും കുടുംബാംഗങ്ങളും കോൺഗ്രസ് ആഫീസിന്റെ മുകളിൽ ഇരിക്കുകയായിരുന്നു. കുട്ടികൾ ഉറങ്ങി. നിലാവുള്ള രാത്രി. വടക്ക് ഭാഗത്തു നിന്ന് ഒരു കല്ല് വന്ന് ജനലിന്മേൽ വീണു. ശബ്ദം കേട്ട് ഞെട്ടി എന്താണെന്നറിയുവാൻ ഉള്ളിലേക്ക് പോകുമ്പോഴേക്ക് മറ്റൊരു കല്ല് പുറത്തു വന്ന് വീണു. അങ്ങനെ 4-5 പ്രാവശ്യം കല്ല് വന്ന് വീഴുന്നത് കേട്ടു. ചാത്തുക്കുട്ടി നായർ താഴത്തു നിന്ന് മുകളിലേക്ക് ഓടി വന്നു. ആരാണത് എന്ന് വരാന്തയിൽ നിന്നുകൊണ്ട് ഉറക്കെ 1-2 പ്രാവശ്യം വിളിച്ചു ചോദിച്ചു. ആളെ എങ്ങും കണ്ടില്ല. കല്ല് മാത്രം പല ഭാഗത്തു നിന്നും തുരുതുരെ വന്ന് വീണുകൊണ്ടിരുന്നു. സ്വല്പം അകലെ നിന്നു വന്ന എയറായിരുന്നു. 2-3 ആളുകൾ ഓരോ സ്ഥലത്തു നിന്ന് എറിഞ്ഞതായി തോന്നി. ഏകദേശം 10 മിനിറ്റ് നേരം അത് നിലനിന്നു. ശബ്ദം കേട്ട് കുട്ടികൾ ഉണർന്ന് പുറത്തേക്ക് വന്നു. വരാന്തയിൽ നിൽക്കുന്നത് രക്ഷയില്ലെന്ന് കണ്ട് ഞങ്ങൾ അകത്തേക്ക് പോയി. കല്ല് വീഴുന്ന ശബ്ദവും ചാത്തുക്കുട്ടി നായരുടെ ഒച്ചയും അയൽവാസികൾ കേട്ടു. അവർ പുറത്തേക്ക് വന്നു. 4 ഭാഗവും തിരച്ചിൽ തുടങ്ങി. അപ്പോഴേക്കും കല്ലെറിഞ്ഞവർ ഓടിപ്പോയി. പിറ്റേ ദിവസം തപാൽ വന്നപ്പോൾ ചില ഊമക്കത്തുകൾ അതിലുണ്ടായിരുന്നു. നിർബന്ധിച്ച് മതം മാറ്റൽ നടന്നിട്ടുണ്ടെന്ന് ഞാൻ പത്രത്തിൽ പ്രസിദ്ധപ്പെടുത്തിയതിന് എന്നെ ആക്ഷേപിച്ചുകൊണ്ടുള്ള കത്തുകളായിരുന്നു അവ. വെടിവെച്ച് കൊല്ലുമെന്നും വെട്ടിക്കൊല്ലുമെന്നും കൂടി ചിലർ എന്നെ ഭീഷണിപ്പെടുത്തി. സത്യാവസ്ഥ വിവരിച്ചുകൊണ്ടുള്ള ആ പ്രസ്താവന ചിലരെ എത്രമാത്രം ക്ഷോഭിപ്പിച്ചു എന്നറിയുവാൻ മറ്റൊരവസരം കൂടിയുണ്ടായി. മേൽ വിവരിച്ച സംഭവം നടന്ന് കുറെ ദിവസം കഴിഞ്ഞതിന് ശേഷം രാജഗോപാലാചാരി കോഴിക്കോട്ട് വന്നു. അപ്പോഴേക്ക് പട്ടാള ഭരണം അവസാനിച്ചിരുന്നു. പൊതുയോഗങ്ങൾ കൂടുന്നതിനുണ്ടായിരുന്ന തടസ്സങ്ങൾ നീങ്ങിയിരുന്നു. ക്ഷയിച്ചുപോയ ഹിന്ദു മുസ്ലിം മൈത്രി പുനഃസ്ഥാപിക്കുകയെന്ന ഉദ്ദേശത്തോടു കൂടിയാണ് രാജഗോപാലാചാരി വന്നത്. ലഹളയ്ക്ക് ശേഷം അത് അദ്ദേഹത്തിന്റെ ആദ്യത്തെ സന്ദർശനമായിരുന്നു. എന്റെ ഒരുമിച്ചാണ് അദ്ദേഹം താമസിച്ചത്. രാജഗോപാലാചാരി കോഴിക്കോട്ടെത്തിയ ദിവസം വൈകുന്നേരം കടൽപ്പുറത്ത് ഒരു പൊതുയോഗം കൂടി.
അദ്ദേഹത്തോട് ഒന്നിച്ച് യോഗത്തിൽ പങ്കെടുക്കുവാൻ ഞാനും പോയിരുന്നു. ഞങ്ങൾ യോഗസ്ഥലത്തെത്തിയപ്പോൾ ജനക്കൂട്ടത്തിൽ നിന്ന് കൂക്കുവിളി തുടങ്ങി. അത് എന്നെ ഉദ്ദേശിച്ചായിരുന്നു. എന്റെ പത്രപ്രസ്താവനയിലുള്ള പ്രതിഷേധം. രാജഗോപാലാചാരിയുടെ പ്രസംഗം കഴിഞ്ഞ് ഞാൻ പ്രസംഗിക്കുവാൻ എഴുന്നേറ്റു. 5 മിനിറ്റ് നേരം ഒരു വാക്കുപോലും പറയുവാൻ എന്നെ അനുവദിച്ചില്ല. ക്ഷമിച്ചിരിക്കുവാൻ സദസ്യരോട് രാജഗോപാലാചാരി ചെയ്ത അഭ്യർത്ഥന വെറുതെയായി. ഞാൻ പിന്നെയും ശ്രമിച്ചു. മതം മാറ്റത്തെപ്പറ്റി ഈയിടെ ഞാൻ പ്രസിദ്ധപ്പെടുത്തിയ ലേഖനമാണ് നിങ്ങളുടെ ഈ ക്ഷമകേടിന് കാരണമെന്ന് എനിക്കറിയാം. കൂക്കുവിളി കൊണ്ടോ അസഭ്യവാക്കുകൾ കൊണ്ടോ നടന്ന സംഭവം ഇല്ലാതാക്കുവാൻ സാധിക്കുകയില്ല. അത് വാസ്തവമാണെങ്കിൽ മേലിൽ അത്തരത്തിലുള്ള സംഭവങ്ങൾ കൂടാതെ കഴിക്കുവാനായിരിക്കണം രാജ്യത്തെയും സമുദായത്തെയും സ്നേഹിക്കുന്നവർ ശ്രമിക്കേണ്ടത്. കേട്ടുകേൾവിയിൽ നിന്ന് പുറപ്പെടുവിച്ച പ്രസ്താവനയല്ല അത്. മതം മാറ്റപ്പെട്ടവരെ കണ്ട് വിവരങ്ങൾ ചോദിച്ചറിഞ്ഞതിന് ശേഷം അത് പ്രസിദ്ധം ചെയ്യുന്നത് ആവശ്യമാണെന്ന് തോന്നുകയാലാണ് ഞാൻ അങ്ങനെ ചെയ്തത്. അതിലെനിക്ക് പശ്ചാത്താപമില്ല. ഈ പരമാർത്ഥം അറിഞ്ഞിട്ടും നിങ്ങൾ പ്രദർശിപ്പിക്കുന്ന പരിതാപകരമായ മനോഭാവമാണ് എന്നെ വേദനപ്പെടുത്തുന്നത്. നിരുത്തരവാദികളായ ചിലരുടെ നീചപ്രവൃത്തി അസന്നിഗ്ധമായ നിലയിൽ ആക്ഷേപിക്കേണ്ടത് സമുദായ നേതാക്കന്മാരുടെ കടമയാണ്. ഇതായിരുന്നു ഞാൻ പറഞ്ഞതിന്റെ ചുരുക്കം. ആ പ്രസംഗത്തിനിടയിൽ ശബ്ദമുണ്ടാകാതിരുന്നില്ല. ഇടയ്ക്കിടെ അതിനെ തടസ്സപ്പെടുത്തുവാനുള്ള ശ്രമവും ഉണ്ടായി. എനിക്ക് പറയുവാനുള്ളത് ഒരുവിധം പറഞ്ഞ് അവസാനിപ്പിച്ചു. അത് കുഴപ്പമുണ്ടാക്കിയവരെ തൃപ്തിപ്പെടുത്തിയെന്ന് തോന്നുന്നില്ല. എന്നാൽ പറയുവാനുള്ളത് തുറന്നു പറഞ്ഞുവെന്ന സമാധാനം എനിക്കുണ്ടായി. KP കേശവമേനോൻ, കഴിഞ്ഞ കാലം, പേജ് 111 മുതൽ 113 വരെ. നിരുത്തരവാദികളായ ചിലരുടെ നീചപ്രവൃത്തി അസന്നിഗ്ധമായ നിലയിൽ ആക്ഷേപിക്കേണ്ടത് സമുദായ നേതാക്കന്മാരുടെ കടമയാണ് എന്നുള്ള കേശവമേനോന്റെ സംസാരത്തിൽ നിന്നും ഇസ്ലാം മതത്തിനെ പറ്റി ഒരു ചുക്കും അദ്ദേഹത്തിന് അറിയില്ല എന്ന് മനസ്സിലായി കാണുമല്ലോ. ഖിലാഫത്ത് നേതാക്കന്മാരെ സംബന്ധിച്ച് മലബാർ ജിഹാദികൾ നടത്തിയ കൊലയും കൊള്ളയും കൊള്ളിവെപ്പും നിർബന്ധ മതം മാറ്റവും നിരുത്തരവാദികളായ ചിലരുടെ നീചപ്രവൃത്തിയല്ല, ഖുർആനിൽ കൽപ്പനയുള്ളതും മുഹമ്മദ് പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ളതുമായ അവരുടെ മതത്തിന്റെ പുണ്യപ്രവൃത്തിയാണ്. അതിനെ ആക്ഷേപിക്കാൻ ഇസ്ലാമിലെ ഏത് നേതാവിനാണ് ധൈര്യം വരിക? നബിചര്യ പിന്തുടർന്നതിന്റെ പേരിൽ മുസ്ലിങ്ങളെ ആക്ഷേപിക്കാൻ ഏതെങ്കിലും ഒരു ഇസ്ലാമിക നേതാവിന് ധൈര്യം വരുമോ? അവർ അതിനെ സപ്പോർട്ട് ചെയ്യുകയുള്ളൂ, ഒരിക്കലും തള്ളിപ്പറയില്ല. മുഹമ്മദ് പഠിപ്പിച്ച വെള്ളം ചേർക്കാത്ത ഒറിജിനൽ ഇസ്ലാം മതത്തിന്റെ സെറ്റപ്പ് എന്താണെന്ന് അറിയാത്തവന്മാര് മാത്രമേ മലബാർ ജിഹാദികളുടെ പ്രവൃത്തികളെ തള്ളിപ്പറയണമെന്ന് മുസ്ലിം നേതാക്കന്മാരോട് ആവശ്യപ്പെടുകയുള്ളൂ. ഇതോടൊപ്പം ഒരു കാര്യം കൂടി ചേർത്ത് ചിന്തിക്കേണ്ടതുണ്ട്. മലബാർ ജിഹാദികൾ മലബാറിലെ ഹിന്ദുക്കളെ നിർബന്ധിത മതപരിവർത്തനം നടത്തിയെന്നുള്ള കാര്യം KP കേശവമേനോൻ മലയാളം പത്രത്തിലല്ല എഴുതിയത്. കേരളത്തിലെ ഏതെങ്കിലും ഒരു സ്ഥലത്ത്, കോഴിക്കോടുന്നോ തിരുവനന്തപുരത്തുനിന്നോ കൊച്ചിന്നോ കോട്ടയത്തുനിന്നോ ഒക്കെ പ്രസിദ്ധീകരിക്കുന്ന ഏതെങ്കിലും മലയാള പത്രത്തിലൊന്നുമല്ല. ദി ഹിന്ദു എന്ന ഇംഗ്ലീഷ് പത്രത്തിലാണ് അത് പ്രസിദ്ധീകരിച്ചു വന്നത്. ആ ലേഖനം പ്രസിദ്ധീകരിച്ചു വന്നതിന്റെ പിറ്റേന്ന് തന്നെ അദ്ദേഹത്തിന്റെ വീടിന് കല്ലെറിഞ്ഞ മുസ്ലിങ്ങളും അദ്ദേഹത്തിന്റെ പ്രസംഗം തടസ്സപ്പെടുത്തിയ മുസ്ലിങ്ങളും ഇംഗ്ലീഷ് പത്രങ്ങൾ വായിക്കുന്നവരുമൊന്നുമല്ല, സാധാരണക്കാരായ മുസ്ലിങ്ങളാണ്. മലയാളം പോലും അന്നത്തെ ബഹുഭൂരിപക്ഷം മുസ്ലിങ്ങൾക്കും വായിക്കാൻ അറിയുമായിരുന്നില്ല. അറബി മലയാളമാണ് അവർക്കറിയാവുന്നത്. അതായത് ഭാഷ മലയാളമാണ്, പക്ഷെ ലിപി അറബി. ഇപ്പൊ ഇന്ന് മംഗ്ലീഷ് അങ്ങനെയാണല്ലോ. ഭാഷ മലയാളം, ലിപി അതിന് ഉപയോഗിക്കുന്ന, എഴുതാൻ ഉപയോഗിക്കുന്ന ലിപി ഇംഗ്ലീഷ്. അതുപോലെ തന്നെയാണ് അന്ന് ഉണ്ടായിരുന്നത്. അറബി ലിപിയിൽ മലയാളം എഴുതുകയും വായിക്കുകയൊക്കെ ചെയ്യുന്നത്, അതാണ് അറബി മലയാളം. അപ്പൊ അങ്ങനെയെങ്കിൽ കേശവമേനോൻ ഇംഗ്ലീഷ് പത്രത്തിൽ എഴുതിയ കാര്യം ഈ സാധാരണക്കാരായ മുസ്ലിങ്ങൾ എങ്ങനെ അറിഞ്ഞു? ഇയാൾ ഇംഗ്ലീഷിലൊരു ലേഖനം പ്രസിദ്ധപ്പെടുത്തി. അപ്പൊ അതിനകത്ത് ഇവിടെ മലബാർ ലഹളയില് ഞങ്ങൾ മതം മാറ്റി, നിർബന്ധിച്ച് മതം മാറ്റി എന്നുള്ളതൊക്കെ സത്യമാണ് കേട്ടോ. കാരണം എന്താ, ഈ പുസ്തകം ഉള്ളത്, ഇത് K. മാധവൻ നായരുടെ മലബാർ കലാപം എന്ന് പറയുന്ന പുസ്തകമാണ്. ഈ പുസ്തകത്തിനകത്ത് അത്തരം കുറെ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതായത് കോൺഗ്രസ് ഓഫീസിൽ വന്ന് ഓരോരുത്തര് നിർബന്ധമായി മതം മാറ്റപ്പെട്ടു എന്നുള്ള കാര്യം. അങ്ങനെ മതം മാറിയ ആൾക്കാർ തിരിച്ച് ഹിന്ദുക്കളായതിനു ശേഷമാണെന്ന് പറയുന്നത്. കുറെ പേര് ഭയന്നിട്ട് തിരിച്ച് ഹിന്ദുക്കളായില്ല. കാരണം അങ്ങനെ തിരിച്ച് ഹിന്ദുക്കളായി കഴിഞ്ഞാൽ ഇസ്ലാം മതം ഉപേക്ഷിച്ചു എന്നുള്ളതിന്റെ പേരിൽ കൊല്ലപ്പെടും. അതിനു മുമ്പ് അത് പലപ്പോഴും ഉണ്ടായിട്ടുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് കുറെ പേര് അങ്ങനെ ധൈര്യപ്പെട്ടില്ല, അവർ മുസ്ലിങ്ങളായിട്ട് തന്നെ തുടർന്നു. എന്നാൽ ഹിന്ദുക്കളായിട്ട് തിരിച്ചു വന്ന ആളുകൾ കോൺഗ്രസ് ഓഫീസിൽ വന്നിട്ട് സംഭവത്തിന്റെ വിവരങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് കുറച്ചൊക്കെ K. മാധവൻ നായർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ കോൺഗ്രസ് നേതാക്കന്മാരുടെ കയ്യിൽ വലിയൊരു ലിസ്റ്റ് ഉണ്ടായിരുന്നു, ഈ കാര്യങ്ങളെല്ലാം വിവരണം. ഇതൊക്കെ ഇവരെന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്തിട്ടുണ്ട്, AICCക്ക് അയച്ചു കൊടുത്തിരുന്നു, ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിക്ക്. അവിടെ പക്ഷെ ഇത് ചർച്ചയായിട്ടൊന്നും വന്നില്ല. കാരണം ഇതിന്റെ ഒക്കെ ഉത്തരവാദി ഗാന്ധിയാണ്. മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്ന് പറയുന്ന മനുഷ്യനാണ്. അയാളാണ് നിർബന്ധം പിടിച്ചത്. ഈ ഖിലാഫത്ത്
പ്രസ്ഥാനവുമായിട്ട് കോൺഗ്രസിനെ സഹകരിപ്പിക്കണമെന്ന് പറഞ്ഞ് അന്ന് ദേശീയ മുസ്ലിം നേതാക്കന്മാരായിരിക്കുന്ന പല ആളുകളും തന്നെ, ഷൗക്കത്ത് അലി സഹോദരന്മാർ, അവരൊക്കെ അലി സഹോദരന്മാർ, അവരൊക്കെ ഗാന്ധിയോടത് പറഞ്ഞാണ്, ഇത് വേണ്ട, ഈ രാഷ്ട്രീയത്തിനകത്തേക്ക് മതത്തിനെ ഉൾപ്പെടുത്തരുത്. ഖിലാഫത്ത് എന്ന് പറയുന്നത് രാഷ്ട്രീയ കാരണങ്ങളാൽ ഉണ്ടായതല്ല, മതപരമായ കാരണങ്ങളാലാണ്. തുർക്കിയിലെ ഖലീഫയെ സ്ഥാനഭ്രഷ്ടനാക്കിയതിന്റെ പ്രതിഷേധമാണ്. അത് മതപരമാണ്. മതപരമായിട്ട് അവർ എന്തെങ്കിലും ചെയ്യട്ടെ, നമ്മളെ മതത്തിനെ രാഷ്ട്രീയത്തിൽ ഉൾപ്പെടുത്തരുതെന്ന് അവർ പറഞ്ഞതാണ്. ഗാന്ധി കേട്ടില്ല. ഗാന്ധി പറഞ്ഞു, മുസ്ലിങ്ങള് സ്വാതന്ത്ര്യ സമരത്തിലൊന്നും പങ്കെടുക്കാതെ അവർ മുഖ്യധാരയിൽ നിന്ന് തന്നെ മാറി നിൽക്കുകയല്ലേ. വളരെ നിങ്ങളെപ്പോലെ കുറച്ചു പേരല്ലേ ഉള്ളത് വരുന്നത്. സാധാരണ മുസ്ലിങ്ങൾ ലോക്കലിലുള്ള ആൾക്കാർ ആരും ഇതിൽ പങ്കെടുക്കുന്നില്ല. അപ്പൊ അവരിതിനകത്തേക്ക് നമുക്ക് കൊണ്ടുവരുവാൻ പറ്റിയ നല്ല അവസരമാണ് ഇതെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഖിലാഫത്ത് പ്രസ്ഥാനത്തെ ഇതിനോട് കൂട്ടി ചേർക്കുന്നത്, കോൺഗ്രസുമായിട്ട് സഹകരിപ്പിക്കുന്നതൊക്കെ. അതിന്റെ അനന്തരഫലം എന്ന് പറയുന്നത് ഈ മലബാറില് ധാരാളം ഹിന്ദുക്കൾ കൊല്ലപ്പെട്ടു, ധാരാളം ഹിന്ദുക്കൾ നിർബന്ധ മതപരിവർത്തനത്തിന് വിധേയരായി, ധാരാളം ഹിന്ദു സ്ത്രീകൾ ബലാത്സംഗത്തിന് വിധേയരായി, ധാരാളം ഹിന്ദു സ്ത്രീകളുടെ വീടുകൾ കൊള്ളയടിക്കപ്പെട്ടു. അങ്ങനെയൊക്കെയുള്ള കുറെ കാര്യങ്ങളാണ്. അപ്പൊ ഈ റിപ്പോർട്ട് അങ്ങനെ തന്നെ പ്രസിദ്ധപ്പെടുത്തി കഴിഞ്ഞാൽ ദേശീയ തലത്തിൽ ഇത് വലിയ ഒച്ചപ്പാടുണ്ടാക്കും. ഗാന്ധിയുടെ ആ ഇമേജ് വളരെയധികം ഇടിയും. അതൊക്കെ അറിയാവുന്നതുകൊണ്ട് ICC ആ റിപ്പോർട്ട് മുക്കി. അവർ പറഞ്ഞത് ആകെ 4 പേര് മാത്രമേ മതം മാറ്റം ചെയ്യപ്പെട്ടിട്ടുള്ളൂ എന്നാണ്. ആയിരക്കണക്കിന് പേരും നിർബന്ധ മതം മാറ്റം ചെയ്യപ്പെട്ടതാണ് ഇവിടെ. അത് പല ആളുകൾ, അംബേദ്കറും ആനി ബെസന്റും അടക്കമുള്ള പല ആൾക്കാരും റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ് അതൊക്കെ. എന്നിട്ടാണ് ഇവരിങ്ങനെ പറഞ്ഞൊഴിഞ്ഞത്. അപ്പൊ ഏതായാലും ഇതിന്റെ അകത്ത് ഈ മലബാർ കലാപം എന്ന് പറയുന്ന പുസ്തകത്തിന്റെ അകത്ത് കെ മാധവൻ നായർ അത്തരം കുറെ ഇൻസിഡൻസ് കൊടുക്കുന്നൊക്കെ ഉണ്ട്. അപ്പൊ ഈ കാര്യം പറഞ്ഞു വന്നത്, ഇംഗ്ലീഷ് പത്രത്തിൽ എഴുതിയ ഈ കാര്യം സാധാരണക്കാരായ മുസ്ലിങ്ങൾ എങ്ങനെ അറിഞ്ഞു? അവർക്ക് ഇംഗ്ലീഷ് ഒന്നും വായിക്കാൻ അറിഞ്ഞൂടാ. ഉത്തരം വളരെ സിമ്പിളാണ്. ഇംഗ്ലീഷ് അറിയാവുന്ന മുസ്ലിം നേതാക്കന്മാരാണ് അണികളെ പിരികേറ്റി വിട്ടത്. മനസ്സിലായോ? ഇംഗ്ലീഷ് അറിയാവുന്ന മുസ്ലിം നേതാക്കന്മാർ ഇത് വായിച്ചിട്ട് ഇത് വലിയ പ്രശ്നമാകും, ഭാവിയിൽ ഇത് ദോഷം ചെയ്യും എന്ന് മനസ്സിലാക്കിയിട്ട് അവരാണ് ഈ അണികളെ പിരികേറ്റി വിട്ടത്. അതേ നേതാക്കന്മാരെ വേദിയിലിരുത്തിയിട്ട് അവരോടാണ് KP കേശവമേനോൻ പറയുന്നത്, നിരുത്തരവാദികളായ ചിലരുടെ നീചപ്രവൃത്തി അസന്നിഗ്ധമായ നിലയിൽ ആക്ഷേപിക്കേണ്ടത് നിങ്ങൾ സമുദായ നേതാക്കന്മാരുടെ കടമയാണെന്ന്. പാവം കേശവമേനോൻ അറിയില്ലല്ലോ ഇവന്മാരാണ് സാധാരണക്കാരായ മുസ്ലിങ്ങളെ പിരികേറ്റി വിട്ടിരിക്കുന്നതെന്ന്. അന്ന് ജിഹാദ് നടത്താനായാലും ഇന്ന് എന്റെ വീടിന് കല്ലെറിയാനായാലും അല്ലെങ്കിൽ കോൺഗ്രസ് ഓഫീസിന് കല്ലെറിയാനായാലും ഒക്കെ ഇവന്മാരാണ് ഈ അണികളെ പിരികേറ്റി വിട്ടതെന്നുള്ളത് KP കേശവമേനോൻ അറിഞ്ഞുകൂടാ. ഇന്നും ഇതേ അവസ്ഥ തന്നെയാണ് നിലനിൽക്കുന്നത്. ഇങ്ങനെയുള്ള കുറെ നേതാക്കന്മാരുണ്ട്, ഇസ്ലാമിക നേതാക്കന്മാര്, അസ്ത്രം ഗഫൂറിനെ പോലെയുള്ളവരൊക്കെ. അവരൊന്നും ഒരിക്കലും നേരിട്ട് വർഗീയത പറയാൻ നിൽക്കില്ല. മനസ്സിലായി? ഇവരൊന്നും ഒരിക്കലും നേരിട്ട് വർഗീയത പറയാൻ നിൽക്കില്ല. അവർ മതേതരത്വം പറഞ്ഞ് സമൂഹത്തിൽ മാന്യതയുടെ മുഖം മൂടിയിട്ട് നടക്കും. ആ കമാൽ പാഷനെ പോലെയൊക്കെയുള്ള ടീമുകളൊക്കെ. എന്നിട്ട് അണികളെ മതഭ്രാന്തന്മാരായിട്ട് അഴിച്ചുവിടും. ഈ വഞ്ചന അറിയാത്ത പൊതുസമൂഹം ഈ നേതാക്കന്മാരെ നല്ലവരായി തെറ്റിദ്ധരിക്കും. മനസ്സിലായോ? നേതാക്കന്മാർ ഇവരൊക്കെ ഡീസന്റ് ആണ്, മോഡറേറ്റ് മുസ്ലിങ്ങളാണ്, ഇവർക്ക് പ്രശ്നങ്ങളൊന്നുമില്ല, ഇവരുമായിട്ട് ഈ കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം, ഒരു പരിഹാരത്തിലെത്താമെന്ന്. ഇവരൊക്കെ തന്നെയാണ് ഇതിന്റെ പുറകിൽ അണികളെ ഇറക്കി വിട്ടിരിക്കുന്നത്. അത് ഇവന്മാരും മനസ്സിലാക്കുന്നില്ല. എക്കാലത്ത് ഇസ്ലാമിന്റെ തന്ത്രം ഇതാണ്. പൊതുസമൂഹത്തിന്റെ മുമ്പിൽ ഒരു കൂട്ടർ നല്ല പിള്ള ജമ. ഞാൻ പണ്ടൊരു ഉദാഹരണമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഫുട്ബോൾ കളിയോട് ബന്ധപ്പെട്ട്. സ്ട്രൈക്കറുണ്ട്, പിന്നെ മിഡിൽ ഫീൽഡിൽ കളിക്കുന്നവരുണ്ട്. അവരാണ് പന്തെത്തിച്ചു കൊടുക്കുന്നത്. അവർ പന്തെത്തിച്ചു കൊടുത്താൽ മാത്രമേ മറ്റൊരു ഗോൾ അടിക്കാൻ പറ്റുകയുള്ളൂ. അതുപോലെ ഇങ്ങോട്ടേക്ക് ഗോൾ വരുമ്പോൾ തടയാൻ വേണ്ടി നിൽക്കുന്ന ഡിഫൻഡേഴ്സ് ഉണ്ട്, അത് കഴിഞ്ഞ് ഗോളി ഉണ്ട്, പിന്നെ ഇവർക്ക് വേണ്ടുന്ന എല്ലാ സെറ്റപ്പുമായിട്ട് പുറത്ത് ടീം, കോച്ചിന്റെ ഇതായിട്ടുള്ള ആ ഒരു ടീം വേറെയുണ്ട്, ഫിസിയോ അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട്. ഇതിന്റെയൊക്കെ എല്ലാ അനന്തരഫലമായിട്ടാണ് ഒരുത്തം ഗോൾ അടിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഈ ലഹളയില് ഒരു ഹിന്ദുവിനെ കൊല്ലുന്നെങ്കിൽ അതിന്റെ പുറകിൽ വേറെ കുറെ ടീമുകളുണ്ട്. നമ്മളെപ്പോഴും ഈ കൊന്നവനെ മാത്രമേ കുറ്റം പറയുകയുള്ളൂ, ഗോൾ അടിച്ചവന് മാത്രമേ എപ്പോഴും അഭിനന്ദനം കിട്ടുകയുള്ളൂ. അതിന്റെ പുറകിൽ കഷ്ടപ്പെട്ട ആൾക്കാരെ വേറെ ഉള്ളവരെ അത്ര ശ്രദ്ധിക്കുന്നില്ല. അതുപോലെ തന്നെയാണ് ഈ കൊന്നവനെ കുറ്റം പറയും, പക്ഷെ അവന് അതിന് വേണ്ടുന്ന ആയുധം എത്തിച്ചു കൊടുത്തത്, അവനെ ആ വിധത്തിലേക്ക് മാനസികമായി പരുവപ്പെടുത്തിയെടുത്തത്, ഇങ്ങനെയൊക്കെയുള്ള ചെയ്യുന്ന വേറെ കൂട്ടരുണ്ട്. അവര് മാന്യതയുടെ മുഖം മൂടിയിട്ട് നടക്കും. ഇസ്ലാം ന്യൂനപക്ഷമായിരിക്കുന്ന സമൂഹങ്ങളിലെല്ലാം, അത്തരം സ്ഥലങ്ങളിലെല്ലാം ഇതാണ് ചെയ്യുന്നത്. ഭൂരിപക്ഷമായി കഴിയുമ്പോൾ ഇതിന്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. ഭൂരിപക്ഷം ആകുമ്പോൾ ഇത്തരം മുഖംമൂടിയുടെ ആവശ്യമൊന്നുമില്ല. അത് നമ്മൾ പാകിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനിലും ബംഗ്ലാദേശിലും സിറിയയിലും ഇറാഖിലും അങ്ങനെ പലയിടങ്ങളിലും നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ ഇത് ഒരു തെറ്റിദ്ധാരണയാണ് ഇങ്ങനെയുള്ള ഈ ആളുകളെ കുറിച്ച് സമൂഹം നല്ലതായിട്ട് തെറ്റിദ്ധരിക്കുന്നത്. അതുപോലെ വേറൊരു തെറ്റിദ്ധാരണ പലർക്കും ഉണ്ട്, മുസ്ലിങ്ങൾക്ക് വിദ്യാഭ്യാസം കൊടുത്താൽ മതി, ആധുനിക വിദ്യാഭ്യാസം കൊടുത്താൽ മതി, അവരുടെ മതഭ്രാന്ത് മാറി പരിഷ്കൃത മനുഷ്യരായി തീരും, മത തീവ്രവാദത്തിൽ നിന്നൊക്കെ അവർ പിന്മാറുമെന്ന്. അത് വെറും തെറ്റിദ്ധാരണയാണ്. ഒസാമ ബിൻ ലാദൻ എഞ്ചിനീയർ ആയിരുന്നു, ഐമൻ അൽ സവാഹിരി മെഡിക്കൽ ഡോക്ടർ ആയിരുന്നു, അബൂബക്കർ അൽ ബഗ്ദാദി PhD സ്കോളർ ആയിരുന്നു.
KP കേശവമേനോൻ ഇംഗ്ലീഷ് പത്രത്തിൽ എഴുതിയത് വായിച്ച് സാധാരണക്കാരായ മുസ്ലിങ്ങളെ അദ്ദേഹത്തിനെതിരെ ഇളക്കിവിട്ട അന്നത്തെ ഇസ്ലാമിക നേതാക്കന്മാരും വിദ്യാഭ്യാസമുള്ളവർ തന്നെയായിരുന്നു. വിദ്യാഭ്യാസം കിട്ടിയത് കൊണ്ട് മുസ്ലിങ്ങളുടെ മതഭ്രാന്ത് മാറില്ല. ഇസ്ലാമിക ഐഡിയോളജിയുടെ പൊള്ളത്തരങ്ങൾ മനസ്സിലാക്കിച്ചു കൊടുത്താൽ മാത്രമേ അല്പമെങ്കിലും പ്രയോജനം ഉണ്ടാവുകയുള്ളൂ. ഈ ഐഡിയോളജി നിങ്ങൾക്കും ഞങ്ങൾക്കും ഒരുപോലെ ദോഷമാണെന്നുള്ള കാര്യം അവരെ വ്യക്തമായി ചരിത്രത്തിൽ നിന്നൊക്കെ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയാലേ പ്രയോജനമുള്ളൂ. ഇതായാലും നമുക്ക് വിഷയത്തിലേക്ക് മടങ്ങി വരാം. KP കേശവമേനോൻ ഇസ്ലാം എന്നാൽ എന്താണെന്ന് അറിയുമോ ഇല്ലയോ എന്നുള്ളതല്ല നമ്മുടെ വിഷയം. ഞാൻ ഈ കാര്യം പറഞ്ഞതിന്റെ ഉദ്ദേശം വേറെയാണ്. ബ്രിട്ടീഷ് പട്ടാളം മലബാർ ജിഹാദ് അടിച്ചമർത്തി ചില ദിവസങ്ങൾക്കുള്ളിൽ മലബാർ ജിഹാദിൽ നടന്ന നിർബന്ധ മതം മാറ്റത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ സത്യസന്ധമായ വിധത്തിൽ അന്നത്തെ കോൺഗ്രസ് പ്രസിഡന്റായിരുന്ന KP കേശവമേനോൻ പറഞ്ഞപ്പോൾ ഇതായിരുന്നു അവസ്ഥ. മലബാർ ജിഹാദിന്റെ ക്രൂരതകൾ അനുഭവിച്ച ജനങ്ങൾക്ക്, ഹിന്ദുക്കളും ക്രിസ്ത്യാനികളുമായിരിക്കുന്ന ജനങ്ങൾക്ക് അതിന്റെ ശാരീരിക വേദന പോലും മാറിയിട്ടുണ്ടാവില്ല. അവരുടെ ദേഹത്തിലെ മുറിവുകൾ പോലും ഉണങ്ങിയിട്ടുണ്ടാകില്ല. അത്രമാത്രം ഈ സംഭവം നടന്നതിനോട് തൊട്ടടുത്ത സമയത്താണ് കേശവമേനോൻ ഇക്കാര്യം പറഞ്ഞത്. എന്നിട്ടും അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നത് ഇങ്ങനെയുള്ള സംഗതികളാണ്. അപ്പൊ പിന്നെ മലബാർ ജിഹാദ് നടന്ന് 44 കൊല്ലങ്ങൾക്ക് ശേഷം ഇത് നടന്നിരുന്ന പല കാര്യങ്ങളും ആളുകൾ മറക്കുകയോ അല്ലെങ്കിൽ മറന്നുപോവുകയല്ല, മനഃപൂർവ്വം മറപ്പിച്ചത് എന്ന് വെച്ചാൽ ഇതെല്ലാം പുറത്തു വരാത്ത വിധത്തിൽ ചരിത്രത്തെ തമസ്കരിച്ചുകൊണ്ട് പുതിയ ചരിത്രം മുസ്ലിങ്ങൾ ഇപ്പൊ തന്നെ കുറെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇവരൊക്കെ ഈ വാര്യംകുന്നിനെ പോലെയൊക്കെയുള്ള ഈ മതഭീകരവാദികൾ ഇന്ന് വലിയ സ്വാതന്ത്ര്യ സമര സേനാനികളായിട്ട് അവർ ചിത്രീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അതങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും കുറെ നാൾ മുന്നോട്ട് പോകുമ്പോൾ അത് കൂടുതൽ സംഭവിക്കുകയുള്ളൂ. അപ്പൊ 44 കൊല്ലം കഴിഞ്ഞതിന് ശേഷം മലബാർ ജിഹാദികൾ ചെയ്ത ക്രൂരതകളെ പറ്റി തുറന്നെഴുതിയാൽ തന്റെ അവസ്ഥ എന്തായി തീരുമെന്ന് മോഴികുന്നത്തിന് നല്ല ബോധ്യം കാണും. അതുകൊണ്ട് അദ്ദേഹം ഒരു ബാലൻസിങ്ങിന് വേണ്ടിയിട്ടാണ് തൃശൂർ ലഹള എന്ന പേരിൽ ഒരധ്യായം ആ പുസ്തകത്തിന്റെ തുടക്കത്തിൽ തന്നെ ചേർത്തതെന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. തുടക്കത്തിൽ എന്ന് പറഞ്ഞാൽ 1-ാമത്തെ അധ്യായമല്ല, 2-ാമത്തത്. അതായത് വായിച്ചു വരുമ്പോൾ തന്നെ തുടക്കത്തിൽ തന്നെ നമ്മളെ ഈ ഒരു ചിന്ത നമ്മുടെ ഉള്ളിലേക്ക് തരികയാണ്. കേവലം ഒരു പ്രാദേശിക സംഘർഷത്തെ, ഒരാൾക്ക് പോലും ജീവഹാനി വന്നിട്ടില്ലാത്ത, ഒരാൾ പോലും സ്വന്തം നാടോ വീടോ വിട്ട് അഭയാർത്ഥിയായി ഓടിപ്പോകേണ്ടി വന്നിട്ടില്ലാത്ത, ഒരാൾ പോലും ബലാത്സംഗത്തിന് ഇരയാകേണ്ടി വന്നിട്ടില്ലാത്ത, ഒരാൾ പോലും കൊള്ളയടിക്ക് വിധേയമാകേണ്ടി വന്നിട്ടില്ലാത്ത ഒരു പ്രാദേശിക സംഘർഷത്തെ തൃശൂർ ലഹള എന്നൊക്കെ പറഞ്ഞു ഒരു അധ്യായമായി ചേർത്തത് വെറും ബാലൻസിങ്ങിന് വേണ്ടിയാണെന്ന് അരിയാഹാരം കഴിക്കുന്നവർക്ക് അനുമാനിച്ചെടുക്കാൻ അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല. മനസ്സിലായോ? ഈ മോഴികുന്നത്തിന്റെ ഖിലാഫത്ത് സ്മരണകൾ എന്ന ഗ്രന്ഥത്തിലെ പേജ് 174-175 തൃശ്ശൂരിൽ നിന്ന് പ്രസിദ്ധീകരിച്ചിരുന്ന യോഗക്ഷേമം പുസ്തകം 12 ലക്കം 6 വാർത്ത കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ വായിക്കാം. അപ്പൊ ഇങ്ങനെയുള്ള ചില സംഗതികൾ അദ്ദേഹം കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ പറഞ്ഞു, ഇതൊക്കെ 44 കൊല്ലം കഴിഞ്ഞ് ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ എതിർപ്പ് രൂക്ഷമായിരിക്കും, തട്ടിക്കളയാൻ വരെ സാധ്യതയുണ്ട്. അപ്പൊ അതിനെയൊക്കെ ഒന്ന് മയപ്പെടുത്താൻ വേണ്ടി മുസ്ലിങ്ങൾ മാത്രമല്ല ക്രിസ്ത്യാനികളും ഇവിടെ ലഹള ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയാണ് ഇദ്ദേഹം ഈ ബാലൻസിങ്ങിന് ശ്രമിച്ചതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഏതായാലും ആ യോഗക്ഷേമത്തിൽ വന്ന വാർത്ത അത് ഞാൻ വായിക്കാം. ത്രികോണ മത്സരം, മർദ്ദന നടപടികൾ മുറുകിയപ്പോൾ, അതാണ് ഹെഡിങ്. വേങ്ങര ഉണ്ണിക്കുട്ടി എന്ന ആൾ അനുഭവിച്ച കഷ്ടപ്പാടുകളെ പറ്റി അയാൾ മിതവാദിയിൽ എഴുതിയതിന്റെ ചുരുക്കം. അപ്പൊ മിതവാദിയിൽ വിസ്തരിച്ചെഴുതിയ കാര്യം യോഗക്ഷേമത്തിൽ അവരതിന്റെ ചുരുക്കി എഴുതിയിരിക്കുകയാണ്. ചുരുക്കി എഴുതിയത് തന്നെ ഇങ്ങനെയാണെങ്കിൽ വിസ്തരിച്ചെഴുതുന്നത് എന്തായിരിക്കും നിങ്ങളൊന്ന് ആലോചിക്കാം. ഞാനിത് വായിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്കപ്പോൾ മനസ്സിലാകും. ഏറനാട്ടിൽ വേങ്ങര വംശക്കാർ വലിയ കഷ്ടപ്പാടുകൾ സഹിച്ചവരാണ്. ലഹളയുടെ ആദ്യഘട്ടങ്ങളിൽ ഒരിളക്കം ഇവിടങ്ങളിലുണ്ടായി. പിന്നീട് കുറെ ദിവസം ശാന്തമായിരുന്നു. ഈ നവംബർ ആദ്യം മുതൽ ലഹള വീണ്ടും തുടങ്ങി. 6-ാം തീയതി ആയപ്പോഴേക്കും പരസ്യമായി വെട്ടിക്കൊല്ലാൻ തുടങ്ങി. 7-ാം തീയതി രാത്രി അടുത്തുള്ള അനേകം കുടുംബക്കാർ, കുട്ടികളും വൃദ്ധന്മാരും സ്ത്രീകളും പുരുഷന്മാരും മറ്റും കൂടി 125ഓളം പേർ ചേർന്ന് ഒരു സംഘമായി അറിയല്ലൂർക്ക് പുറപ്പെട്ടു. മാപ്പിളമാർ കണ്ടെങ്കിലോ എന്നായിരുന്നു വലിയ ഭയം. കുട്ടികൾ വല്ലാതെ കരയുന്നുമുണ്ട്. ആ സമയത്ത് ഇരുട്ടത്ത് പോകുന്നതിനേക്കാൾ ഭയമായിരുന്നു മാപ്പിളമാരെ. എടുക്കാവുന്ന സാധനങ്ങളെല്ലാം എടുത്തിട്ടുമുണ്ട്. അങ്ങനെ കുറെ പോയി പനമ്പുഴ കടവ് വരെ എത്തി. അപ്പോൾ മുൻഭാഗത്തുള്ളവരിൽ നിന്നും അയ്യോ കൊല്ലരുതേ കൊല്ലരുതേ എന്ന നിലവിളി കേൾക്കുന്നു. ഞാൻ ഏകദേശം സംഘത്തിന്റെ മധ്യത്തിലായിരുന്നു. ഇത് കേട്ടപ്പോഴാണ് 150ഓളം മാപ്പിളമാർ മുൻവശത്തു നിന്ന് ആക്രമണം തുടങ്ങിയിരിക്കുന്നു എന്നറിഞ്ഞത്. ഞങ്ങൾ പിന്തിരിഞ്ഞ് ഓട്ടം തുടങ്ങി. അപ്പോഴേക്കും പിൻവശത്തു നിന്നും ആക്രമണം തുടങ്ങി. സ്ത്രീയെന്നോ വൃദ്ധനെന്നോ കുട്ടിയെന്നോ ഭേദമില്ലാതെ വെട്ടി തുണ്ടമാക്കിയിരുന്നു. വെട്ടുകൊണ്ട് ചാവാനാവാതെ നിലവിളിക്കുന്നവരുടെ നിലവിളി കേൾക്കവയ്യ. നായിന്റെ മക്കളെ എങ്ങോട്ടാ പോകുന്നത്, വെട്ടിക്കളയനടാ എന്ന് അട്ടഹസിക്കുന്നു. വെട്ടുന്ന കൂട്ടത്തിൽ തലയ്ക്കും കഴുത്തിനും കൈപ്പടത്തിനും ഓരോ വെട്ട് എനിക്കും കിട്ടി. അതോടുകൂടി ഞാനും ഓടി. കുട്ടികളുടെയും സ്ത്രീകളുടെയും ഒക്കെ മൃതദേഹങ്ങളിൽ കൂടിയാണ് ഞാൻ ഓടിയത്.
100 പേരിൽ കുറയാതെ ചത്തുവീണു. എല്ലാവരുടെയും പണ്ടവും പാത്രവും പണവും കൊണ്ടുപോയി. മരിക്കാത്തവർ പിടഞ്ഞു കരയുന്നു. നിരത്തിൽ ചോരപ്രളയം തന്നെ. ഓടുമ്പോൾ എനിക്ക് ബോധമില്ല. ഞാൻ അടുത്തുള്ള പുഴയിൽ ചാടി ചാവാനൊരുങ്ങി. ഞാൻ ഭ്രാന്ത് പിടിച്ച് ഒരു ചാട്ടം ചാടി. പക്ഷെ വീണ ദിക്കിൽ നിലയുണ്ട്. തണുപ്പ് കിട്ടിയപ്പോൾ എനിക്ക് കുറച്ച് തന്റേടം വന്നു. ഉടനെ ഞാൻ കരപറ്റി. ആ വഴി ഞാൻ പരപ്പനങ്ങാടി വന്നു. ഞാൻ അവിടെ കിടന്നു. നാട്ടുകാരനായ കാവൽക്കാരൻ എന്നെ കോഴിക്കോട്ട് ആസ്പത്രിയിൽ കൊണ്ടുവന്നു. ഇപ്പോൾ ആശുപത്രിയിലാണ്. ഖിലാഫത്ത് സ്മരണകൾ പേജ് 174, 175. ബ്രിട്ടീഷുകാർ ഭരിക്കുന്ന സമയത്ത് ഇതാണ് ഹിന്ദുക്കളോടുള്ള മുസ്ലിങ്ങളുടെ നിലപാടെങ്കിൽ മുസ്ലിം ഭരണാധികാരികൾ ഭരിച്ചിരുന്ന കാലത്ത് ഈ മുസ്ലിങ്ങൾ എങ്ങനെയായിരിക്കും ഹിന്ദുക്കളോട് ഇടപെട്ടതെന്ന് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. ഈ ഉത്തരേന്ത്യയില് BJPക്കൊക്കെ വോട്ട് കിട്ടി ഇന്ന് മോദി പിന്നെ അധികാരത്തിൽ വരുന്നത് നമ്മളെല്ലാം അതിനെ എതിർക്കുന്നതാണ്. കാരണം മതം പറഞ്ഞുകൊണ്ട് വർഗീയത പറഞ്ഞ് വോട്ട് പിടിക്കുന്നത് ശരിയല്ല. രാഷ്ട്രീയത്തിൽ അങ്ങനെ ചെയ്യാൻ പാടില്ല. നമ്മളതിനെ ശക്തമായിട്ട് എതിർക്കുന്നവരാണ്. പക്ഷെ മോദി വർഗീയത പറയുമ്പോൾ അവർക്ക് വോട്ട് കിട്ടുന്നതിന്റെ കാരണം എന്താണെന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കണം. ഈ ചരിത്രമൊക്കെ തലമുറകളിലൂടെ പാട്ടുരൂപത്തിലും മറ്റുമൊക്കെ ആയിട്ട് കൈമാറ്റം ചെയ്യപ്പെട്ടു വന്നിട്ടുള്ളതാണ്. അവിടെയുള്ള ഹിന്ദുക്കളിൽ പലർക്കും അറിയാം മുമ്പ് ഇങ്ങനെയൊക്കെയാണ് ചെയ്തിട്ടുള്ളതെന്ന്, ഈ ഇസ്ലാമിക ഭരണകാലത്ത് ചെയ്തിട്ടുള്ളത്. അംബേദ്കർക്ക് അത് വളരെ വ്യക്തമായിട്ട് തുറന്നു എഴുതിയിട്ടുണ്ട് എങ്ങനെയൊക്കെയാണ് അനുഭവിച്ചിരുന്നതെന്നുള്ളതൊക്കെ. അതിന്റെയൊക്കെ അനന്തരഫലമാണ് ഇപ്പൊ ആ രീതിയിൽ ഹിന്ദുക്കളുടെ രക്ഷകനായിട്ട് ആ പുള്ളി അവതരിച്ച് നമുക്കറിയാം ഒരു രക്ഷയില്ല, ഹിന്ദുക്കളും എല്ലാവരോടെ കിടന്ന് കഷ്ടപ്പെടുകയാണ്, അത് വേറെ കാര്യം. പക്ഷെ എന്നാലും അയാൾ അങ്ങനെ അവതരിപ്പിക്കുമ്പോൾ അയാൾക്കൊക്കെ വോട്ട് കിട്ടുന്നതിന്റെ കാരണം ഇതുപോലെയുള്ള സംഭവങ്ങളാണ് ഇത് അന്ന് അവിടെ നടന്നിട്ടുള്ളത്. കേരളത്തിൽ കുറച്ചേ ഉള്ളൂ, തെക്കൻ മലബാറിൽ മാത്രമാണ് അത് പ്രധാനമായി നടന്നിട്ടുള്ളതെങ്കിൽ ഉത്തരേന്ത്യയിൽ എല്ലാ സ്റ്റേറ്റിലും ഉണ്ട്. എല്ലാ സ്റ്റേറ്റിലും ഇതിന്റെയൊക്കെ തിക്തഫലം അനുഭവിച്ചിട്ടുള്ളവരാണ്. അപ്പൊ അതുകൊണ്ട് ഇവർ ഈ മോദിക്ക് കുത്തുന്നത് അല്ലെങ്കിൽ താമരയ്ക്ക് അവർ കുത്തുന്നതിൽ വലുതായിട്ട് അവരെ കുറ്റം പറയാനൊന്നും പറ്റുകയില്ല. ഈ ചരിത്രബോധം അവരെ പിന്തുടരുന്നുണ്ട്. അങ്ങനെ ഒരു വസ്തുത അതിനകത്തുണ്ട്. നമ്മൾ എപ്പോഴും മനസ്സിലാക്കണം, ഈ മുസ്ലിങ്ങൾ ഇരവാദ കരച്ചിലിന്റെ ഉസ്താദുമാരാണ്. ചെയ്യാനുള്ളതൊക്കെ അവന്മാർ ചെയ്തു വെക്കും, തിരിച്ചടി കിട്ടുമ്പോൾ കിടന്ന് മോങ്ങലാണ്. ഇപ്പൊ തന്നെ നമുക്കറിയാലോ ഇസ്രായേലിലെ ഒക്കെ ഒക്ടോബർ 7-ാം തീയതി പോയിട്ട് വെറുതെ ഒരു കാര്യമില്ലാതെ അവരെ ചൊറിഞ്ഞു. ഇപ്പം എന്തൊരു കരച്ചിലാ ഇസ്രായേൽ കുഞ്ഞുങ്ങളെ കൊല്ലുന്നതെന്ന്. ഇവന്മാര് കുഞ്ഞുങ്ങളെ കൊന്നിട്ട് ഫ്രിഡ്ജിനകത്ത് എടുത്തു വെച്ചിട്ടുണ്ട്. ഈ മുസ്ലിങ്ങള് ഒക്ടോബർ 7-ാം തീയതി പോയിട്ട് കൈക്കുഞ്ഞുങ്ങളെ ഫ്രിഡ്ജിനകത്ത് കൊള്ളണമെങ്കിൽ എത്ര ഫ്രീസറിനകത്തൊക്കെ കൊന്നിട്ട്, പിന്നെ അതല്ലാതെ ഓവനിൽ വെച്ച് പുഴുങ്ങിയിട്ടുണ്ട്. ഞാൻ ഫോട്ടോസൊക്കെ കണ്ടതാ അതിന്റെ ഫോട്ടോസ്. ഇതൊന്നും പബ്ലിക് മീഡിയയിൽ വരില്ല, ബ്ലർ ചെയ്തിട്ടൊക്കെ വരുള്ളൂ. എന്നാൽ പോലും അത് പൂർണ്ണമായിട്ട് ഇടുകയില്ല. നമ്മൾ ഇങ്ങനെയുള്ള ആളുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാട്സാപ്പ് ഗ്രൂപ്പ് വിദേശികളൊക്കെ ഉള്ളതാണ്. അപ്പൊ ഇസ്രായേല് പല ഇത്തരം ഫോട്ടോകള് നയതന്ത്ര പ്രതിനിധികൾക്ക് പല രാജ്യങ്ങളിൽ നിന്നുള്ളവരൊക്കെ ഇസ്രായേലിനെ എതിർത്തൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഇത്തരം വീഡിയോസ് ഫോട്ടോസ് ഒക്കെ കൊടുത്ത് അതോടെയാണ് ഇവർ മിണ്ടാതായത്. ലോകരാജ്യങ്ങൾ പണ്ടൊക്കെയാണെങ്കിൽ ഇസ്രായേലിനെതിരെ എന്തൊക്കെ ഉണ്ടായതിനിപ്പോൾ മിണ്ടുന്നില്ല. കാരണം ഇവർ നടത്തിയ ആ ക്രൂരതകളുടെ വ്യക്തമായ ചിത്രം ഓരോ രാജ്യത്തിന്റെയും നേതാക്കന്മാരുടെ കയ്യിലുണ്ട്, അവർക്കത് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള അടുത്തു നിന്നൊക്കെ ലീക്കായി വരുന്ന പത്രപ്രവർത്തകരും മറ്റു മുഖാന്തരമൊക്കെ എങ്ങനെയെങ്കിലൊക്കെ ലീക്കായി വരുന്ന സാധനങ്ങൾ അതൊക്കെ വരുന്ന വാട്സാപ്പ് ടെലഗ്രാം ഗ്രൂപ്പുകളൊക്കെ ഉണ്ട്. അപ്പൊ അത്തരം ഗ്രൂപ്പുകളിൽ നിന്നൊക്കെയാണ് ഞാൻ ഈ ഫോട്ടോ കണ്ടത്. ഞാൻ കുറച്ചേ കണ്ടുള്ളൂ, ഫുള്ളൊന്നും കാണാൻ പറ്റിയില്ല. ഭയങ്കര മാനസിക പ്രയാസമാണ് അത് കാണാൻ, ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ അങ്ങനെയുള്ളതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ നമുക്കറിയാം എന്താണെന്നുള്ളത്. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇസ്രായേൽ ഇതൊക്കെ ചെയ്യുമ്പോൾ അതിനെതിരെയൊക്കെ സംസാരിച്ച് പലരും വരുമ്പോൾ ഞങ്ങൾ അതിനെ എതിർക്കുന്നത്. നിങ്ങളായിട്ട് തുടങ്ങി വെച്ചതല്ലേ, വല്ല കാര്യം ഉണ്ടായിരുന്ന, വല്ല ആവശ്യം ഉണ്ടായിരുന്ന? ഇല്ല, ഒരാവശ്യം ഉണ്ടായിരുന്നില്ല. ഇപ്പൊ പറയും നൂറ്റാണ്ടുകളായിട്ട് അവിടെ അധിവസിച്ച് വന്നിരുന്നവരുടെ പിന്മുറക്കാർ അങ്ങനെയൊക്കെ ചുമ്മാ തള്ളാണ്. നൂറ്റാണ്ടുകളായിട്ട് അങ്ങനത്തെ ഒന്നുമില്ല. നൂറ്റാണ്ടുകളായി അവിടെ അധിവസിച്ച് വന്നിരുന്നത് ക്രിസ്ത്യാനികളാണ്, ദ്രൂസുകളാണ്, അതുപോലെ ബദൂവിയൻസ് ആണ്. അല്ലാണ്ട് ഇവർ ഈ പറയുന്ന ഇന്നത്തെ പലസ്തീനികൾ എന്ന് പറഞ്ഞ ടീമുകളൊന്നുമല്ല. ഇപ്പോഴത്തെ ഈ പ്രശ്നം നടന്ന സമയത്ത് പോലും കണ്ട് ഈജിപ്ത് ബോർഡർ അടച്ചു, ഗാസയിലെ പ്രശ്നം ഉണ്ടായപ്പോ. അപ്പൊ ഒരുത്തൻ കരഞ്ഞു പറഞ്ഞുകൊണ്ട് നടക്കുകയാണ്. കുറെ പേരുണ്ട്, അവരങ്ങോട്ട് നടക്കുകയാണ്. അപ്പൊ അതിൽ പറഞ്ഞു, അയ്യോ എന്റെ അമ്മാവൻ, എന്റെ അമ്മ, എന്റെ ബന്ധുക്കാര് ഇവരൊക്കെ ഇപ്പോഴും ഈജിപ്തിലുണ്ട്. ഞാൻ ഈജിപ്തിൽ നിന്ന് കുറച്ച് നാൾ മുമ്പ് ഞാൻ ഈജിപ്തിൽ നിന്ന് ഇങ്ങോട്ട് വന്നത്, എന്നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നാണ്, എനിക്ക് ഈജിപ്ഷ്യൻ പാസ്പോർട്ട് ഉണ്ട്, അതുകൊണ്ട് ഇതൊക്കെ ഒന്ന് തുറന്നു തരണം എന്നും പറഞ്ഞിട്ട്. ഇപ്പൊ ഈ 2023-24 കാലഘട്ടത്തിൽ ഇവന്മാര് അവിടെ നിന്ന് ഈജിപ്തിൽ നിന്നൊക്കെ ഇങ്ങോട്ട് വരുന്നെങ്കിൽ അന്ന് എന്തായിരിക്കും ചിന്തിക്കും നിങ്ങൾ? അങ്ങനെ ഒന്നാണ് ഇത്. ഇവരുടെ ആളുകൾ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. ഞങ്ങള് ഈജിപ്ഷ്യൻ വേരുള്ളവരാണ്, ഞങ്ങൾ സൗദി വേരുള്ളവരാണ്, ഞങ്ങൾ യമനികളാണ്, ഞങ്ങൾ പലസ്തീനികളാണ്, ഞങ്ങൾ അറബികളാണെന്നൊക്കെ പറയുന്ന ഇവരുടെ നേതാക്കന്മാർ തന്നെ പറയുന്ന വീഡിയോസൊക്കെ ഉണ്ട്. ഇവരോട് ജിഹാദ് നടത്താൻ, ഇസ്രായേലിനോട് ജിഹാദ് നടത്താൻ വേണ്ടി ചുറ്റുപാടുള്ള രാജ്യങ്ങളിൽ നിന്ന് വന്നവരാ. അത് സാധിച്ചില്ല. ഇസ്രായേൽ തിരിച്ചടിച്ച് അത് ഇല്ലാതാക്കി കളഞ്ഞു. ആ കലിപ്പ് ഇപ്പോഴും ഉണ്ട്. അതിങ്ങനെ അവരുടെ മക്കള് മറ്റൊരു അവിടുന്ന് പോകുന്നു, അവര് പിന്നെ തിരിച്ചെടുത്തില്ല വന്നവരെ. അതുപോലെ ജോർദാനിൽ നിന്ന് പലയിടങ്ങളിൽ നിന്ന് വന്നത്, സിറിയയിൽ നിന്ന്
തിരിച്ചെടുത്തില്ല, സ്വന്തം രാജ്യത്തേക്ക് തിരിച്ചു പോകാൻ പറ്റാണ്ടായി. അങ്ങനെ അവർ അവിടെ തന്നെ താമസിക്കേണ്ടി വന്നു. അങ്ങനെ പലസ്തീനികളായതാ. ചരിത്രം കുറെ ഉണ്ട് പറയാനാണെങ്കിൽ. അപ്പൊ ഏതായാലും അതൊന്നല്ല നമ്മുടെ വിഷയം. ഞാൻ പറഞ്ഞത് ഇതെല്ലായിടത്തും ഈ ഇരുവാദ കരച്ചിലുള്ളതാണ് ഇവന്മാരുടെ. ഈ ഞങ്ങൾ ഇടുന്ന ഷോർട്സ് വീഡിയോകളുടെ കീഴിൽ എന്നെയും എന്റെ മാതാപിതാക്കളെയും പച്ചത്തെറി വിളിക്കുന്ന മലബാർ പ്രദേശത്തുള്ള മുസ്ലിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെയൊക്കെ പൂർവികർ ഇസ്ലാം സ്വീകരിച്ചത് ഇത്തരം അവസ്ഥയിലൂടെ കടന്നു പോകേണ്ടി വന്നതുകൊണ്ടാണ്. ഇപ്പോ കുറച്ചു മുമ്പ് വായിച്ചല്ലോ യോഗക്ഷേമത്തിൽ നിന്നുള്ള കാര്യം. അങ്ങനെയൊക്കെയാണ്. ഹൈദരാലിയുടെ പട്ടാളം വന്നപ്പോഴും ടിപ്പുവിന്റെ പട്ടാളം വന്നപ്പോഴും അതിനുശേഷം 1836 മുതലുള്ള മലബാർ ജിഹാദുകളുടെ കാലത്തും നിങ്ങളുടെ പൂർവികർക്ക് ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഇസ്ലാം മതം സ്വീകരിക്കേണ്ട ഗതികേട് വന്നു. ആ ഗതികേട് ഇന്നും തലയിൽ ചുമന്നുകൊണ്ട് നടക്കുന്നവരാണ് നിങ്ങൾ. അത് ഗതികേടാണെന്ന് പോലും മനസ്സിലാക്കാൻ സാധിക്കാതെ ആ നാണക്കേടിനെ അഭിമാനമായി കൊണ്ടു നടക്കുന്നവരാണ് നിങ്ങൾ. സത്യം പറയാലോ, നിങ്ങളുടെയൊക്കെ അപ്പൂപ്പന്മാരുടെ അപ്പൂപ്പന്മാർ ഇന്ന് തിരിച്ചു വന്നാൽ നിങ്ങളെയൊക്കെ നല്ല കവളം മടൽ വെട്ടിയടിക്കും. കാരണം അവരെ കൊന്ന് അവരുടെ ഭാര്യമാരെ പിടിച്ചെടുത്ത് റേപ്പ് ചെയ്ത് മതം മാറ്റി മുസ്ലിങ്ങളാക്കി തീർത്തവന്മാരെയാണ് നിങ്ങൾ ഇന്ന് പുകഴ്ത്തിക്കൊണ്ട് നടക്കുന്നത്. ഉളുപ്പുണ്ടോ നിങ്ങൾക്ക്? നാണവും മാനവും എന്ന് പറയുന്ന സംഗതി നിങ്ങളുടെ 7 അയലത്തുകൂടിയെങ്കിലും പോയിട്ടുണ്ടോ? ആത്മാഭിമാനമുള്ളവരാണ് നിങ്ങളെങ്കിൽ ഒന്ന് സ്വയം ചിന്തിച്ചു നോക്ക്. മദ്രസയിൽ പണയം വെച്ച ചിന്താശേഷി ഇതുവരെ തിരിച്ചെടുക്കാത്ത ആളാണ് നിങ്ങളെങ്കിൽ പിന്നെ നിങ്ങളോട് പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങളോട് ചിന്തിക്കാൻ പറയുന്നത് തുമ്പിയെ കൊണ്ട് കല്ലെടുപ്പിക്കുന്നത് പോലെയുള്ള ക്രൂരതയാണ്, മഹാക്രൂരതയാണ് നിങ്ങളോട് ചിന്തിക്കാൻ പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ളവരോടല്ല ഞാൻ പറയുന്നത്. ചിന്താശേഷി തിരിച്ച് എടുത്തവര്, മദ്രസയിൽ പോയ സമയത്ത് പണയം വെച്ച സാധനം പിന്നീട് തിരിച്ചെടുത്തിട്ടുള്ള ടീമുകളാണ് നിങ്ങളെങ്കിലും ഒന്ന് ചിന്തിച്ചു നോക്ക്. നിങ്ങളുടെയൊക്കെ പൂർവികർ ഇങ്ങനെ മതം മാറി മുസ്ലിങ്ങളായി തീർന്നവരാണ്. എന്നിട്ട് അന്ന് നിങ്ങളുടെ പൂർവികരെ ആക്രമിച്ച നിങ്ങളുടെയൊക്കെ മാതാമഹികളെ ബലാത്സംഗം ചെയ്തവന്മാരെയാണ് നിങ്ങൾ ഇന്ന് വലിയ കാര്യമായിട്ട് വാര്യംകുന്നൻ ഞങ്ങളുടെ നേതാവ് വലിയ സംഭവമായിട്ട് നിങ്ങൾ അവതരിപ്പിക്കുന്നത്. അല്ലെങ്കിൽ വാര്യംകുന്നന് മുമ്പ് മുതലുള്ള 1836 മുതലുള്ള ഇതുണ്ടല്ലോ, അങ്ങനെയുള്ള ഓരോരോ ലഹളകളുടെ കാലത്തൊക്കെ അല്ലെങ്കിൽ ടിപ്പു വന്ന സമയത്തൊക്കെ മതം മാറേണ്ടി വന്ന നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ പൂർവികരെ അവരെ നിങ്ങൾ ഈ ആക്രമകാരികളെ നിങ്ങൾ വെള്ളപൂശി വലിയ മഹത്വവൽക്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. നാണവും മാനവും നിങ്ങൾക്കില്ല എന്നുള്ളതിന്റെ നല്ല ഒന്നാം തരം തെളിവാണത്. ഏതായാലും ഇതുപോലെയുള്ള കാര്യങ്ങൾ തുറന്നെഴുതിയാൽ ഉണ്ടാകുന്ന അനന്തരഫലങ്ങൾ മുമ്പിൽ കണ്ടിട്ടായിരിക്കണം തൃശൂർ പട്ടണത്തിൽ മാത്രം നടന്ന മോഴികുന്നത്തിന് വെറും കേട്ടുകേൾവി മാത്രമുള്ള ഒരു ചെറിയ കശപിശയെ തൃശൂർ ലഹള എന്നൊക്കെ പറഞ്ഞ് ബാലൻസിങ്ങിന് വേണ്ടി മോഴികുന്നം ശ്രമിച്ചതെന്ന് ചിന്താശേഷിയുള്ളവർക്ക് മനസ്സിലാകും. അതുകൊണ്ട് മുഹമ്മദ് കുട്ടി ക്രിസ്ത്യാനികൾ ലഹള നടത്തി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങോട്ട് വരണ്ട. അതല്ല, വരണമെന്ന് നിർബന്ധമാണെങ്കിൽ ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യങ്ങൾക്ക് മറുപടി തരണം. ആരായിരുന്നു നിങ്ങൾ ഈ പറഞ്ഞ തൃശ്ശൂരിലെ ക്രിസ്ത്യൻ ലഹളയുടെ തലവൻ അല്ലെങ്കിൽ തലവന്മാർ? ക്രിസ്ത്യാനികൾ നടത്തിയെന്ന് നിങ്ങൾ പറയുന്ന ആ ലഹളയിൽ ഇരുപക്ഷത്തുമായി എത്ര പേരാണ് കൊല്ലപ്പെട്ടത്? എത്ര സ്ത്രീകളും കുട്ടികളുമാണ് ബലാത്സംഗത്തിനിരയായത് ക്രിസ്ത്യാനികളുടെ കയ്യിൽ? എത്ര പേരാണ് ക്രിസ്ത്യാനികളാൽ നിർബന്ധ മതം മാറ്റത്തിന് വിധേയരായത്? എത്ര പേരുടെ വീടുകളും സ്വത്തുക്കളുമാണ് ലഹളക്കാർ കൊള്ളയടിച്ചിട്ടുള്ളത്? ക്രിസ്ത്യാനികൾ നടത്തിയെന്ന് നിങ്ങൾ പറയുന്ന ഈ ലഹള കാരണം എത്ര പേർ സ്വന്തം നാടും വീടും വിട്ട് അഭയാർത്ഥികളായി പലായനം ചെയ്തിട്ടുണ്ട്? ഈ ചോദ്യങ്ങൾക്കെല്ലാമുള്ള ഉത്തരം ചരിത്രരേഖകളുടെ അടിസ്ഥാനത്തിൽ പറയാൻ സാധിക്കുമെങ്കിൽ മാത്രം മലബാർ ജിഹാദിനെ കുറിച്ച് പറയുമ്പോൾ തൃശ്ശൂരിലെ ക്രിസ്ത്യൻ ലഹള എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് വന്നാൽ മതി. മലബാർ മുസ്ലിങ്ങൾ ചെയ്ത കൊടും ക്രൂരതയെ ന്യായീകരിച്ച് മെഴുകാൻ ഈ ക്രിസ്ത്യൻ ലഹള എന്നുള്ള ഈ ഉടായ്പ് സാധനമൊന്നും പോരാ മുഹമ്മദ് കുട്ടി കേട്ടാ, അത് പോരാ. പിന്നെ ആദ്യത്തെ ചോദ്യം ഉണ്ടല്ലോ, റിയലായി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത ക്രിസ്ത്യാനികളുടെ കാര്യം. അത് ദൈവം അനുവദിച്ച് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. ക്രിസ്ത്യാനികൾ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം. അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ നമ്മളെല്ലാവരെയും കർത്താവായ യേശു ക്രിസ്തു കാത്തു സൂക്ഷിക്കുമാറാകട്ടെ. അവിടുത്തെ വിലയേറിയ നാമം മാത്രം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടട്ടെ. ആമേൻ. ജീവിച്ചാൽ ക്രിസ്തുവിനായി, പ്രവർത്തിച്ചാൽ ക്രിസ്തുവിനായി, മരിച്ചാൽ ക്രിസ്തുവിനായി.